ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള 12th ലെവൽ പ്രിലിംസിൻ്റെ ഫേസ് 3യുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എനിക്ക് ഇംഗ്ലീഷ് നല്ല എളുപ്പമായിട്ട് തന്നെയാണ് തോന്നി കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹെർ ഹസ്ബൻഡ് റിട്ടേൺ ഫ്രം ദി ഓഫീസ്. ആൻസർ എന്താ വരിക? ഷീബ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ വെൻ ഹെർ ഹസ്ബൻഡ് റിട്ടേൺ ഫ്രം ഓഫീസ് അല്ലേ. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തും ഇൻട്രപ്റ്റ് ചെയ്തിട്ടുള്ള ആ ചെറിയ കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും പറയാം അല്ലേ. ഇവിടെ ED ഉണ്ട്, അപ്പോൾ എന്തായാലും പാസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക, വാസ് റീഡിങ്. അടുത്ത ചോദ്യം. ഇഫ് യു ഹാഡ് ഇനഫ് മണി യു ഡാഷ് എ കാർ. ആൻസർ എന്താ വരിക? യു കുഡ് ബൈ എ കാർ. ഇഫ് യു ഹാഡ് ഇനഫ് മണി യു കുഡ് ബൈ എ കാർ. റീസൺ എന്താ? ഹാഡ് ഉണ്ട്, ഹാഡിന് ശേഷം V3 ഫോം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഇനഫ് മണി എന്നല്ലേ വന്നിട്ടല്ലേ. അപ്പോൾ V3 ഫോം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കണ്ടീഷനാണ് അല്ലേ. ഇഫ് ക്ലോസിനകത്തുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ കുഡും ഉണ്ടാവും പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് അല്ലേ. അപ്പോൾ കുഡ് ബൈ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. ലൈറ്റ് ക്യാൻ പാസ് ഡാഷ് ഗ്ലാസ്. ആൻസർ ലൈറ്റ് ക്യാൻ പാസ് ത്രൂ ഗ്ലാസ്. ഗ്ലാസ്സിൽ കൂടെ ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ത്രൂ ആണ് വരിക കേട്ടോ. അടുത്തത്. ദ ക്ലാസ് ടീച്ചർ ആസ് ദി സ്റ്റുഡൻറ്റ് ഡാഷ് ഹി വാസ് ലേറ്റ്. ആൻസർ വൈ അല്ലേ. ക്ലാസ് ടീച്ചർ ആസ് ദി സ്റ്റുഡൻറ്റ് വൈ ഹി വാസ് ലേറ്റ്. എന്തുകൊണ്ട് അവൻ ലേറ്റ് ആയി. അടുത്ത ചോദ്യം. എ ബുക്ക് ഇസ് ഡാഷ് ടു സ്മിത ബൈ ഹെർ അങ്കിൾ. എ ബുക്ക് ഇസ് പ്രസൻറ്റഡ് ആണ് അല്ലേ. ഇത് പാസീവിലാണ് വന്നിട്ടുള്ളത്. ബൈ ഹെർ അങ്കിൾ എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പാസീവാണ്. ബൈ കണ്ടപ്പോൾ മനസ്സിലായി പാസീവാണ്. അപ്പോൾ ഇസ് അല്ലെങ്കിൽ വാസ് വേർ ഇതിനൊക്കെ ശേഷം എന്താ വരണ്ടേ? എല്ലാത്തിനും ശേഷം V3 ഫോം ഓഫ് ദി വെർബാണ് വരണ്ടേ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഇസ് പ്രസൻറ്റഡ് ടു സ്മിത ബൈ ഹെർ അങ്കിൾ. അടുത്ത ചോദ്യം. ലീന ഡാഷ് ന്യൂ ഐഡിയാസ് അബൌട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ. ആൻസർ പുട്ട് ഫോർവേഡ് ആണ് അല്ലേ. പുട്ട് ഫോർവേഡ്, പുതിയ ഐഡിയാസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മുന്നോട്ട് വെച്ചു എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടി വയ്ക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചെയ്തു തുടങ്ങുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്തെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലീന പുട്ട് ഫോർവേഡ് ന്യൂ ഐഡിയാസ് അബൌട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ. നെക്സ്റ്റ് വൺ. റോമ സ്റ്റാൻഡ്സ് ഡാഷ് ദി ബെഡ് ഓഫ് എ മദർ. റോമ സ്റ്റാൻഡ്സ് ബിസൈഡ് ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെയാണ് കേട്ടോ. അമ്മയുടെ അരികെ നിന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അത് കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം. ദ മീനിങ് ഓഫ് ദി ഇഡിയം ഡച്ച് കറേജ്. ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് കറേജ് എക്വയർഡ് ബൈ ഡ്രിങ്കിങ് ലിക്വർ. അതായത് മദ്യപിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു കറേജ്, അതിനെയാണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് പറയാം. ഓക്കെ, ഡച്ച് കറേജ്. അടുത്ത ചോദ്യം. എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് ദ വേർഡ്സ് വിൽ ഹാപ്പൻ. ആൻസർ പെസിമിസ്റ്റ് ആണ് അല്ലേ. അതായത് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരാൾ, അയാളെയാണ് നമ്മൾ പറയാം പെസിമിസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട്, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയാം. എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ എത്തിസ്റ്റ് എന്ന് പറയാം. വില്ലൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അടുത്തത്. ദ മലയാളം ഇക്വാലൻ്റ് ഓഫ് ദി പ്രോവർബ് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. എന്താ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അടുത്ത് നോക്കാം. സുമതീസ് പാരൻസ് ഡാഷ് വിസിറ്റഡ് താജ്മഹൽ. സുമതീസ് പാരൻസ് പ്ലൂറലാണ്, സോ ഇറ്റ് ഇസ് ഹാവ് അല്ലേ. സുമതീസ് പാരൻസ് ഹാവ് വിസിറ്റഡ് താജ്മഹൽ. ബാക്കി 3 കേസും എന്താ? സിംഗുലർ അല്ലേ. ഹാസ് ആണെങ്കിലും മിസ് ആണെങ്കിലും വോസ് ആണെങ്കിലും സിംഗുലർ. ഓക്കെ. അടുത്ത ചോദ്യം. ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദി ഡാഷ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദി വേൾഡ്. അപ്പോൾ വേൾഡിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ വേൾഡിൽ വെച്ചിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തായാലും ദോടൊപ്പം സൂപ്പർലേറ്റീവ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദി വേൾഡ്. നെക്സ്റ്റ് വൺ. ഐ സോ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ്. ഞാൻ ഒരാളെ കണ്ടു, പിന്നെ അയാളെ കുറിച്ച് തന്നെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ ഇസ് ദ. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. നെക്സ്റ്റ് ഇസ് രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. ഓക്കെ, രഞ്ജു റോട്ടാണ്, V2 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരണം? ഡിഡ് കൂട്ടിയിട്ട് വരണം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു ഭാഗം പോസിറ്റീവ്, അപ്പോൾ ഈ ഒരു ഭാഗം നെഗറ്റീവ്. അപ്പോൾ ഡിഡ് ഇൻ ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അടുത്ത ചോദ്യം. സീനിയർ ഓഫീസേഴ്സ് റീച്ച് ദി ആക്സിഡൻറ്റ് സ്പോട്ട് ടു ഡാഷ് ദി റെസ്ക്യൂ ഓപ്പറേഷൻസ്. ടു സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ടു സൂപ്പർവൈസ്. അപ്പോൾ ടൂവിൻ്റെ ഒപ്പം ടൂവിന് ശേഷം നമ്മൾ V1 ഫോം ഓഫ് ദി വെർബാണ് പറയുക കേട്ടോ. ടു സൂപ്പർവൈസ് ആണ്. നെക്സ്റ്റ്. സ്മിത ഹാസ് ഗോട്ട് എ ഡാഷ് ഏക്ക്. സ്മിത ഹാസ് ഗോട്ട് എ ടൂത്ത് ഏക്ക്. ഇവിടെ എ കൊടുത്തിട്ടുണ്ടല്ലോ. എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സിംഗുലർ ആണ് അല്ലേ. അപ്പോൾ സിംഗുലർ എന്ന് പറയുമ്പോൾ ടീത്ത് എന്നൊക്കെ പറഞ്ഞാൽ പ്ലൂറലാണ് വരിക കേട്ടോ. അപ്പോൾ ടൂത്ത് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സ്മിത ഹാസ് ഗോട്ട് എ ടൂത്ത് ഏക്ക്. അടുത്ത് നോക്കാം. ഡാഷ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്സ്. കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്സ്. സോ കെയർലെസ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്സ്.
നെക്സ്റ്റ് ഇസ് ദ സിനോണിം ഓഫ് ദി വേർഡ് ഷിവർ. ഷിവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ട്രെമ്പിൾ ചെയ്യുക അല്ലേ, ട്രെമ്പിൾ വിറയ്ക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ഔട്ട് എ കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താ വരുന്നത്? ലാപ്ടോപ്പ്. കാരണം ലാപ്പ് എന്ന് പറഞ്ഞ വാക്കുണ്ട്, ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് കേട്ടോ, ഇതാണ് കോമ്പൗണ്ട് വേർഡ്. അടുത്ത ചോദ്യം, ദ ആൻറ്റോണിം ഓഫ് ദി വേർഡ് ക്രൗഡഡ് ഇസ്. ആൻസർ ഡെസേർട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിങ്ങിയ ആൾക്കാർ, ഇങ്ങനെ തിങ്ങിക്കൂടിയ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ക്രൗഡഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാരൊന്നും ഇല്ലാത്ത ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നൊക്കെ നമ്മൾ പറയും. ഡെസേർട്ടഡ് ആണ് കേട്ടോ. സോ ഡെസേർട്ടഡ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല പോലെ തന്നെ ഇന്നത്തെ എക്സാം എഴുതി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ഒന്ന് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു, ബാക്കിയുള്ള ഇംഗ്ലീഷ് മാത്രമല്ല ബാക്കി എല്ലാതും എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കൊടുക്കുക.